183. Page number 183. Okay. First question വായിച്ചേ കേക്കട്ടെ. 21. A mixture of water and alcohol can be separated by distillation. എന്തോന്നാ? Distillation. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ്സ്? വാറ്റിയെടുക്കുക എന്നൊക്കെ പറയും. അതെ. 183 അല്ലേ? ഡിസ്റ്റിലേഷൻ. അടുത്ത വായിച്ചേ. 22. The sun is composed mainly of hydrogen. യെസ്. അടുത്ത വായിച്ചേ കേക്കട്ടെ. 23. Which was the first metal discovered by man? Copper. എത്രാമത്തെ വായിച്ചേ? 23 അല്ലേ? വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ ഡിസ്കവേർഡ് ബൈ മാൻ? കോപ്പർ. ഇതിനെ ഹിസ്റ്ററിയിൽ എന്തോ പറയും കോപ്പറുമായി സംബന്ധിച്ച്? ഹിസ്റ്ററിയിൽ കോപ്പറുമായി സംബന്ധിച്ച് വേറൊരു കാര്യം പറയാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെമ്പ് യുഗം എന്ന് പറയും, കേട്ടുണ്ടോ? ഹിസ്റ്ററിയിൽ ശിലായുഗം കഴിഞ്ഞിട്ടുള്ളതല്ലേ? യെസ്, ചെമ്പ് യുഗം, കോപ്പർ ഏജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. CNG എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതെ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNG. CNG ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടോ? ചുമന്ന പെയിന്റ്, ചുമന്ന അല്ല പച്ച പെയിന്റ് അടിച്ച് ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടോ? എറണാകുളത്ത് കൂടുന്നേ, എറണാകുളത്ത്, കോഴിക്കോട്, മലപ്പുറത്തൊക്കെ പച്ച പെയിന്റ് അടിച്ച് ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. അത് CNG ആ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും. അടുത്ത സോഡ വാട്ടർ കണ്ടെയ്ൻസ്. സോഡ വാട്ടറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ വാട്ടർ കണ്ടെയ്ൻ കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ സാധാരണ നമ്മൾ സോഡ വാങ്ങുന്നില്ലേ, അതാണ്. സാധാരണ വെള്ളം കൊണ്ടുവരിക, തിളപ്പിക്കുക പോലും ചെയ്യത്തില്ല. ഏതെങ്കിലും കുളത്തിന്നോ ആറ്റിന്നോ തോട്ടിന്നോ ഒക്കെ വെള്ളം കൊണ്ടുവരിക, അരിക്കും എന്ന് പറഞ്ഞാൽ കളറ് മാറുന്നതിന് വേണ്ടി തുണി വെച്ചായിരിക്കും. എന്നിട്ട് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റി വിട്ട് മിക്സ് ചെയ്യും, അതിങ്ങ് തരും. അതാണെന്തോന്നാ? സോഡ. അതാണ് സോഡ. അതിനെയാണ് നമ്മൾ സോഡ വാട്ടർ എന്ന് പറയുന്നത്. നൈട്രസ് ഓക്സൈഡ് എവിടെ കാണുന്നേ? നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡ്, മനസ്സിലായോ? അപ്പോൾ 21 പോലെ ഒന്നുകൂടെ നോക്കിയോ. എ മിക്സർ ഓഫ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡാഷ്. എന്താ? ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ചൂടാക്കി തണുപ്പിക്കൽ. ചൂടാക്കി വേപ്പർ കൊണ്ടുപോയി വേറെ തണുപ്പിക്കൽ, വാറ്റൽ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാഷ്പീകരണം ഉണ്ടാക്കുക, തണുപ്പിക്കലില്ല. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അരിക്കൽ. ഓക്കെ. ഡീകാന്റേഷൻ എന്ന് പറഞ്ഞ ഫോം കിടക്കുന്നുണ്ടോ? എന്താ സാധനം ഡീകാന്റേഷൻ? According to ThoughtCo, decantation is a process to separate mixtures by removing a liquid layer that is free of a precipitate or the solids deposited from a solution. എന്താ മനസ്സിലായി? രണ്ട് ലിക്വിഡുകൾ ഒരുമിച്ച് ചേർന്നാൽ വെയിറ്റ് കൂടിയ ലിക്വിഡ് താഴെ അടിയുകയും അതിൻ്റെ മുകളിലുള്ള ലിക്വിഡിനെ ഒഴിച്ചു മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി സർ. അപ്പോൾ രണ്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ രണ്ട് ലിക്വിഡുകൾ ഒരുമിച്ച് പോയി, അതിലെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ മറ്റൊരു സൊല്യൂഷൻ അനുസരിച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. വെയിറ്റ് കൂടിയ സൊല്യൂഷൻ എന്ത് ചെയ്യും? കുപ്പിയുടെ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ താഴെ ഉണ്ടാവും. അങ്ങനെ താഴെയുള്ള സൊല്യൂഷൻ അവിടെ നിർത്തിക്കൊണ്ട് മുകളിലുള്ള സൊല്യൂഷൻ ഒഴിച്ചു മാറ്റും. അതിനെയാണ് ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. പരീക്ഷയ്ക്ക് അതൊക്കെ വരും, അപ്പോൾ അതും കൂടെ പഠിച്ചോണം. ഇതിനകത്തുള്ള ഈ
800 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യം നടക്കുക കേട്ടോ. സൺ ഈസ് കമ്പോസ്ഡ് ഓഫ് മെയിൻലി ഡാഷ്. സൂര്യനിൽ പ്രധാനമായും എന്താണ് കാണപ്പെടുന്നത്? എന്താണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താവും? ഹീലിയമോ? സൂര്യനിലെ പ്രോസസ്സ് ഹൈഡ്രജൻ ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റം ചേർന്ന് ഒരു ഹീലിയം ആറ്റം ആകും. അതിനെന്തോ പറയും? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇപ്പോൾ ഹൈഡ്രജൻ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഓക്കെ, അടുത്തത്. വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ ഡിസ്കവേർഡ് ബൈ മാൻ? മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ഏതാണ്? കോപ്പർ. അതിനെ കോപ്പർ ഏജ് എന്നറിയപ്പെടും. അതിനുശേഷമാണ് അയൺ കണ്ടുപിടിച്ചത്. അപ്പോൾ അയൺ ഏജ് എന്നറിയപ്പെടും. അടുത്തത്. CNG സ്റ്റാൻഡ് ഫോർ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇവിടെ എറണാകുളത്തൊക്കെ ഓടുന്ന ഓട്ടോറിക്ഷയ്ക്കകത്ത് CNG എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബസ്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് CNG എന്ന്. CNGയുടെ പ്രത്യേകത എന്താ? പൊള്യൂഷൻ കുറവാണ് കേട്ടോ. പൊള്യൂഷൻ കുറവാണ് CNG. ഇനി അതിലും വലിയൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, അല്പം പോലും പൊള്യൂഷൻ ഇല്ലാത്തത്, ഇലക്ട്രിക് വാഹനം. അടുത്ത. സോഡ വാട്ടർ കണ്ടെയ്ൻസ് എന്തോന്നാ? കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ നമ്മൾ പഠിച്ചല്ലേ. ഹേബർ പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മക്കളെ ഹേബർ പ്രോസസ്? അമോണിയ. ഹേബർ പ്രോസസ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. Preparation of nitrogen. According to Vedantu, in the laboratory, N2 is prepared by heating an aqueous solution of ammonium chloride and sodium nitrite. Small amounts of nitric oxide and nitric acid are also formed in this reaction. നൈട്രജന്റെ നിർമ്മാണത്തിന് എഴുതിക്കോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ. ലിക്വിഡാക്കി മാറ്റുന്നതിനെയാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. എഴുതിയോ? നെക്സ്റ്റ്. പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. Here's a summary from Topper Learning. Use of granulated zinc, reaction, and collection of gas. Hydrogen gas is collected by downward displacement of water. അതിനെ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനെ 5 നിമിഷം കൂടെ വന്നെന്ന് തോന്നല്ലോ. നമ്മൾ കെമിസ്ട്രിയിലെ 26th ക്വസ്റ്റ്യനാണ് പഠിക്കുന്നത് കേട്ടോ. യെസ്. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ. എന്താണ് സർ? ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ. അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത്? സൾഫർ അല്ലേ? പ്രിപ്പറേഷൻ ഓഫ് സൾഫർ.
According to OpenStax, the hot water melts the sulfur. The innermost pipe conducts compressed air into the liquid sulfur. The air forces the liquid sulfur, mixed with air, to flow up through the outlet pipe. Transferring the mixture to large settling vats allows the solid sulfur to separate upon cooling. ഓ അതിനൊരു വൺ വേർഡ് കാണുന്നില്ലല്ലോ മക്കളെ. കേട്ടോ, ഹോട്ട് വാട്ടറിൽ സൾഫർ ഡിസോൾവ് ആയി പോകും. ഇതിനെ കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. കേട്ടോ, സൾഫറിൻ്റെ നിർമ്മാണത്തിനെ കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്നറിയപ്പെടും. എഴുതിക്കോ. അതിങ്ങനെയാണ്. The modern industrial method of producing sulfur is sulfuric acid, and it is largely replaced chamber and lead chamber process. Sulfur dioxide and oxygen passes through sulfur trioxide, which is turned combines to form sulfuric acid. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ മക്കളെ കോണ്ടാക്ട് പ്രോസസ്സ്, സൾഫറിൻ്റെ അല്ല കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ് കോണ്ടാക്ട് പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത 27 ലാഫിംഗ് ഗ്യാസ്. ഏതാ മക്കളെ ലാഫിംഗ് ഗ്യാസ്? Nitrous oxide. നൈട്രസ് ഓക്സൈഡിനെ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടും. അത് നല്ലപോലെ ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ പണി പാളും. നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ, നൈട്രജൻ ഓക്സൈഡ് അല്ലേ? അതുകൊണ്ട് അത് കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. നൈട്രസ് എന്നും ഓക്സൈഡും കാണുമ്പോൾ വെച്ച് കാച്ചിക്കളയായിരുന്നു. നൈട്രസ് ഓക്സൈഡ്, laughing gas. According to Wikipedia, nitrous oxide, commonly known as laughing gas or nitrous, is a chemical compound, an oxide of nitrogen with the formula N2O. യെസ്, ഇപ്പോൾ നൈട്രസ് ഓക്സൈഡ് വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ടിയർ ഗ്യാസ്. എന്തോ ടിയർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ടിയർ ഗ്യാസ്, കണ്ണീർവാതകം. കണ്ണീർ ആരാ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട്? പോലീസ്. പോലീസ് നമ്മളെ പിരിച്ചുവിടാൻ, നമ്മുടെ ശമ്പളത്തിൽ നമ്മുടെ എന്തുകൊണ്ട് നികുതി പണം കൊണ്ട് ഭരിക്കുന്നവർ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന നമ്മളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ടിയർ ഗ്യാസ്. ടിയർ ഗ്യാസ് എന്താ മക്കളെ ടിയർ ഗ്യാസ്? നോക്കുന്നില്ലേ ആരും? ഏതാന്നറിയില്ല. ടിയർ ഗ്യാസ് എന്തോ ടിയർ ഗ്യാസ്? Chloroactiphenol. ക്ലോറോ Acetophenol. അസറ്റോഫിനോളിനെയാണ് ടിയർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് അല്ലേ? സാർ 28 അല്ലേ ഇത്? അസറ്റോഫിനോൾ ടിയർ ഗ്യാസ്. അതിൽ ഏതാ ഓപ്ഷൻ? ക്ലോറോ അസറ്റോ ഫെനോൻ. ഫെനോൻ എന്നാണ് കേട്ടോ, ഫെനോൾ അല്ല, ഫെനോൻ. കണ്ണീർ വാതകം. TNT എന്ന് പറഞ്ഞ എന്തോ മക്കളെ? ട്രൈ നൈട്രോ ടൊളുവിൻ.
ഇത് സാധനം നൈട്രോ ടോളുമിൻ. ടോളുമിൻ. എന്തിനാ ഉപയോഗിക്കുന്നത് ഇത്? അത്യാവശ്യം ഒരു വണ്ടിക്ക് ബോംബ് വെക്കുകയോ ഒരു പാലം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു TNT വാങ്ങി അത്യാവശ്യം ഒരു ബൾബില്ലേ, ബൾബിനകത്ത് TNT നനച്ചിട്ട് അതിനകത്ത് ബൾബിനകത്ത് ഇട്ടിട്ട് അത് ഉണക്കി ഒരു വണ്ടി പോകുന്നതിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി. വണ്ടി അതിനകത്ത് കയറുകയും വണ്ടി പൊട്ടിത്തെറിക്കുകയും. ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല കണ്ടന്റാണ് ട്രൈനൈട്രോട്ടോളുമിൻ. അതുകൊണ്ടാണ് കൂടുതൽ കെമിസ്ട്രി എന്ന് പഠിപ്പിക്കാൻ ഞാൻ നിങ്ങളെ. മനസ്സിലായോ? മീഥൈൻ സൾഫൈഡ്. യെസ്. അടുത്ത എന്തുവാ? നൈട്രോർ സൾഫേറ്റ് അല്ലേ? അതെ. അതും കൂടെ നോക്കി ഇനി 2 കൂടെ ഉണ്ട്. മീഥൈൻ സൾഫൈഡ്. ഒന്ന് നോക്കാം. മീഥൈൻ സൾഫൈഡ്. സൾഫൈഡ്. According to Wiki. അപ്പോൾ മക്കളെ ആദ്യം ഒരു 21 മുതൽ 28 വരെ ഒന്ന് വായിച്ചേ. 21. A mixture of water and alcohol can be separated by distillation. 22. The sun is composed mainly of hydrogen. 23. Which was the first metal discovered by man? Copper. 24. CNG stands for compressed natural gas. 25. Soda water contains carbon dioxide. 26. Haber process is associated with the manufacturing of ammonia. 27. Laughing gas is nitrous oxide. 28. Which of the following is known as tear gas? Chloroacetophenone. Yes. വായിക്കൂ. 21. A mixture of water and alcohol can be separated by distillation. The first metal discovered by the man, copper. 24. CNG stands for compressed natural gas. 25. Soda water contains carbon dioxide. 26. Haber process is associated with the manufacturing of ammonia. 27. Laughing gas is nitrous oxide. 28. Which of the following is known as tear gas? Chloroacetophenone. ശരിക്കും വായിച്ചേ. A mixture of water and alcohol can be separated by distillation. 22. The sun is composed mainly of hydrogen. 23. Which was the first metal discovered by man? Copper. 24. CNG stands for compressed natural gas. 25. Soda water contains carbon dioxide. 26. Haber process is associated with the manufacturing of ammonia. 27. Laughing gas is nitrous oxide. 28. Which of the following is known as tear gas? Chloroacetophenone. യെസ്. നീ ആ കോളത്തിലുള്ള നോക്കിയോ. മെറ്റൽ പ്രസൻറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഇൻ പഞ്ചലോഹ. പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5 ലോഹങ്ങളുടെ മിക്സ്. അതെ. അതിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്വാണ്ടിറ്റി ഏതാണ്? കോപ്പർ അല്ലേ? കോപ്പറാ. ബാക്കി എല്ലാത്തിനും വില കൂടുതലാണ്. മാത്രമല്ല ബാക്കി എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കാൻ കോപ്പറാണ് ഉപയോഗിക്കുന്നത്. ഐഡന്റിഫൈ ദ എലമെന്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. ഒരു സമയത്ത് വേറെ ഒരു വാലൻസിയും മറ്റൊരു സമയത്ത് മറ്റൊരു വാലൻസിയും കാണിക്കുന്ന ലോഹം ഏതാണ്? വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ?
അഖില മോളെ അഞ്ജുഷ വാലൻസി എന്താ? വാലൻസി എന്താ സരിക? വാലൻസി അറിയില്ല സർ, കാഠിന്യമാണോ ഉദ്ദേശിച്ചത്? വാലൻസി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓ, അയൺ കേട്ടോ. അയൺ പല ലോഹങ്ങളുമായിട്ട് ചേരുമ്പോൾ പല രീതിയിലാണ് അതിൻ്റെ സ്വഭാവം കാണിക്കുക. ഓക്കെ, ബാലൻസ്. എലമെന്റ് നോൺ ആസ് കെമിക്കൽ സൺ. കെമിക്കൽ സൺ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഏതാണ്? മഗ്നീഷ്യം. എന്തുകൊണ്ടാ കെമിക്കൽ സൺ എന്നറിയപ്പെടുന്നത്? സൂര്യൻ സ്വയം പ്രകാശിക്കുന്നത് പോലെ മഗ്നീഷ്യം സ്വയം പ്രകാശിക്കും. മനസ്സിലായോ? അടുത്ത്, വിച്ച് ഈസ് ലൈറ്റസ്റ്റ് മെറ്റൽ? ഏതാണ്? ലിഥിയം. ലിഥിയം. ലിക്വിഡ് മെറ്റൽ ഏതാണ്? ലെഡ്. ലെഡോ? അല്ലേ, ഇന്നലെ പഠിപ്പിച്ചതല്ലേ. ഏതാക്കിലേ? എന്താണ് സർ? ലിക്വിഡ് മെറ്റൽ. എന്താ? ഏതാ അഞ്ജുഷേ? മെർക്കുറിയ. അതെ, മെർക്കുറി. മാറിപ്പോയതാ. എച്ച് ജി മെർക്കുറി. യെസ്, എച്ച് ജി കേട്ടോ, എച്ച് ജി മെർക്കുറി. അടുത്തത്, ദ ഫസ്റ്റ് മാൻ മെയ്ഡ് എലമെന്റ് ഏതാണ്? നോക്ക് മക്കളെ, ദി ഫസ്റ്റ് മാൻ മെയ്ഡ് എലമെന്റ് ഏതാ? Technetium. Here's a summary from Nature. This revelation would eventually lead to the development of nuclear weapons and meant that Segra and Perry's Ecker manganese was the first true synthetic element. In 1947, 10 years after its discovery, they named it technetium. എന്തിന്റെ പേരാ? അതിന്റെ പേരെന്താ? ടെക്നീഷ്യം. ടെക്നീഷ്യം. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിനാ? ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാർബിൾ ഈസ് എ ഫോം ഓഫ് ഡാഷ്. എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ്. ശരിയല്ലേ? അപ്പൊ കാൽഷ്യം സിലിക്കേറ്റ് എന്താ? സിലിക്കേറ്റ് അല്ലേ? പറയാം, ഡോണ്ട് വറി. ഓപ്ഷൻ ശരിയാണോ നോക്ക്. മാർബിൾ ഈസ് എ ഫോം ഓഫ് ഡാഷ്. ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. യെസ്. കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കതെല്ലാം നോക്കാം കേട്ടോ. വാട്ട് ഈസ് കാൽസ്യം ഓക്സൈഡ്? Here's the definition of calcium oxide. A white caustic alkaline solid commonly produced in the form of quicklime. യെസ്, കാൽസ്യം ഓക്സൈഡിനെ ക്വിക്ക് ലൈം എന്നറിയപ്പെടും. എഴുതിക്കോ, കാൽസ്യം ഓക്സൈഡ് ക്വിക്ക് ലൈം. എന്താണ് സർ? ക്വിക്ക് ലൈം സാധാരണയായി ഒരു വെളുത്ത തരം പൊടിയാണ് കേട്ടോ. ക്വിക്ക് ലൈം, കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ? വാട്ട് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്? According to Wikipedia, calcium hydroxide is an inorganic compound with the chemical formula Ca. അവിടെ പറഞ്ഞെന്താ അറിയാമോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഇനോർഗാനിക് കോമ്പൗണ്ട്.
ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ചേരുന്ന സംയുക്തമാണ്. ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ ഇല്ലാത്തത്. വിത്ത് കെമിക്കൽ ഫോർമുല CaOH ടോയ്സ് ആൻഡ് ഇറ്റ് ഈസ് കളർലെസ്, നിറമില്ല. ആൻഡ് ഓർ വൈറ്റ് പൗഡർ, ചിലപ്പോൾ കളർലെസ് ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റ് പൗഡർ ആയിരിക്കും. ആൻഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ക്വിക്ക് ലൈം ഈസ് മിക്സ്ഡ് സ്ലേക്ക് ആൻഡ് വാട്ടർ. ക്വിക്ക് ലൈം സ്ലേക്കിലും അല്ലെങ്കിൽ ജലവുമായി മിക്സ് ചെയ്യുമ്പോഴാണ് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവുന്നത്. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സൈഡ് പ്ലസ് വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഓക്സൈഡിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ചേരുമ്പോൾ കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവും. എന്തിനുപയോഗിക്കും? ഇറ്റ് ഈസ് മെയിൻലി നെയിം ഈസ് ഇൻക്ലൂഡിങ് ഹൈഡ്രേറ്റഡ് ലൈം, കോസ്റ്റിക് ലൈം, ബിൽഡർ ലൈം, സ്ലാക്ക് ലൈം, കാള് ആൻഡ് പിക്ക് ലൈം. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനത്തിന് വേണ്ടിയാണ് കോസ്റ്റിക് ലൈമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കുമ്മായാണോ? കുമ്മായമല്ല മക്കളെ, ഈ പുട്ടിയൊക്കെ അടിക്കത്തില്ലേ, അതുപോലെയൊക്കെ ഉള്ളതാ. പണ്ട് കുമ്മായമായിട്ട് ഉപയോഗിക്കുമായിരുന്നു, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. യെസ്. പിന്നെ കാൽസ്യം സിലിക്കേറ്റ് അല്ലേ അടുത്തത്. വാട്ട് ഈസ് കാൽസ്യം സിലിക്കേറ്റ്? According to Wikipedia, calcium silicate is the chemical compound calcium silicate, also known as calcium orthosilicate, and is sometimes formulated as 2-silicon oxide. കാൽസ്യം സിലിക്കേറ്റിനെ കുറിച്ച് നമുക്ക് വൺ വേർഡ് പറയാൻ വേണ്ടി ഗൂഗിളിൽ നിന്നൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൽസ്യം സിലിക്കേറ്റ് ഈസ് യൂസ്ഡ് ആൻ ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ് ഇൻ ഫുഡ് പ്രിപ്പറേഷൻ. ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി കാൽസ്യം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നു. അത് കേക്കിംഗ് ഏജൻ്റായിട്ടല്ല ഉപയോഗിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് സേഫ് ഫുഡ് അഡിക്റ്റീവ് ഓഫ് ലാർജ് വെറൈറ്റി ഓഫ് ഫുഡ് അഡിക്റ്റീവിന് വേണ്ടി ഇപ്പോൾ സേഫാണ്. അതുകൊണ്ട് ഫുഡിൽ ഇത് ഉപയോഗിക്കുന്നു, കാൽസ്യം സിലിക്കേറ്റ്. അത്രയും മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ ഉള്ളൂ കേട്ടോ. അത് കാര്യമായി പഠിക്കേണ്ടതില്ല. അടുത്തത് നോക്കിയോ. വാട്ട് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ? അയണിൻ്റെ ഏറ്റവും വലിയ പ്യൂറസ്റ്റ് ഫോം ഏതാണ്? ഏതാ മക്കളെ? കേട്ടില്ല. റൗട്ട് അയൺ. അയണിൻ്റെ അയൺ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിൻ്റെ പേരെന്തുവാ? ബ്ലാസ്റ്റ് ബർണസ്. കേട്ടോ? പഠിച്ചില്ലേ മക്കളെ? ബ്ലാസ്റ്റ് ബർണസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇട്ടാണ് അയൺ ഉണ്ടാക്കുന്നത് അല്ലേ? യെസ്. റഫ് അയൺ. അയണിൻ്റെ അയൺ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഓറിൽ നിന്നാ? അയൺ ഓറിൻ്റെ പേരെന്തുവാ അറിയുമോ? ബോക്സൈറ്റ്. രണ്ട് തരം അയണുണ്ട്, ഫെറസ് അയണും ഫെറിക് അയണും. കേട്ടോ? ബോക്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സൈറ്റ് പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഓക്കെ, ആ സൈഡിൽ എഴുതിയിട്ടോ. അയൺ ഓർ ഫെറിക് അയൺ.
വാട്ട് ഈസ് ദി അയൺ ഓർ? Iron ore. According to Wikipedia, iron ores are rocks and minerals from which metallic iron can be economically extracted. ബോക്സൈറ്റ് കേട്ടോ. ഓക്കെ, എനി ഡൗട്ട്? ഇത്രയും ഭാഗത്ത് ഇല്ല. ശരി, വായിച്ചേ കേൾക്കട്ടെ. Metal present in large quantity in Panchaloha, copper. Identify the element which shows variable valency, iron. Element known as chemical sun, magnesium. Which is the lightest metal, lithium. 29. First man-made element is technetium. 30. Marble is a form of calcium carbonate. 31. What is the purest form of iron? Wrought iron. അതെ മക്കളെ, ആ ബോക്സൈറ്റ് അല്ല കേട്ടോ, മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റുമാണ്. അയ്യോ, ബോക്സൈറ്റ് ഏതിൻ്റെയാ? അലൂമിനിയോ? അലൂമിനിയാണ്. എനിക്കൊരു ഡൗട്ട് കൊണ്ട് ഞാൻ തപ്പി നോക്കിയതാ. ഞാൻ ഊഹിച്ചു പറഞ്ഞത്. മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും ആണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമത് ഹേമറ്റൈറ്റ്, മൂന്നാമതൊരെണ്ണം ഉണ്ട് ജിയോ ടൈറ്റ്, GEOTHIT, ജിയോടൈറ്റ്. ജിയോടൈറ്റ്, ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈറ്റിൽ നിന്നും ഹേമറ്റൈറ്റിൽ നിന്നുമാണ് അയൺ കിട്ടുന്നത് കേട്ടോ. യെസ്, ബോക്സൈറ്റും കൂടെ അങ്ങ് നോക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്ത് അങ്ങ് പോകാം കേട്ടോ. ബോക്സൈറ്റ്. According to the Aluminum Association, bauxite is a rock formed from a reddish clay material called laterite soil and is most commonly found in tropical or subtropical regions. അലുമിനിയം കേട്ടോ. അങ്ങനെ ബോക്സൈറ്റിനെ എങ്ങനെ അറിയപ്പെടുന്ന അറിയാമോ? അലുമിനിയം ഓക്സൈഡ് കോമ്പൗണ്ട്സ്, അലുമിനിയ, സിലിക്ക, അയൺ ഓക്സൈഡ്സ്, ടൈറ്റാനിയം ഓക്സൈഡ്, ഇതിനൊക്കെയാണ് ബോക്സൈറ്റ് എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്നത് കേട്ടോ. ബോക്സൈറ്റ് ഈസ് ഫോർ അലുമിനിയം, മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും വായിച്ചോ? ഇല്ല. ഇനി ആരാ വായിക്കാനുള്ളേ? ഞാൻ വായിക്കേ. Metal present in large quantity in Panchaloha, copper. Identify the element which shows variable valency, iron. Element known as chemical sun, magnesium. Which is the lightest metal, lithium. 29. First man-made element is technetium. 30. Marble is a form of calcium carbonate. 31. What is the purest form of iron? Wrought iron. അതിൻ്റെ ഓറ് വായിക്കും. അയണോറ് ഏതാ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അലൂമിനിയത്തിൻ്റെ ഓറ് ഏതാ? ബോക്സൈറ്റ്. റെഡി? നെക്സ്റ്റ് പേജ് ഏതാ? ഗോ 184. ആര് വായിച്ചില്ല? ഞാൻ വായിച്ചില്ല. വായിക്കും. Metal present in large quantity in Panchaloha, copper. Identify the element which shows variable valency, iron. Element known as chemical sun, magnesium. Which is the lightest metal, lithium. 29. First man-made element is technetium. 30. Marble is a form of calcium carbonate. 31. What is the purest form of iron? Wrought iron. Or magnetite and hematite. അലൂമിനിയത്തിന്റെ ഓറ് ബോക്സൈറ്റ്. യെസ്. അടുത്തത് ഗോബർ ഗ്യാസ് മെയിൻലി കണ്ടെയ്ൻസ് ലാസ്. എന്തോ മക്കളെ ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞ? ബയോഗ്യാസ. എല്ലാ ബയോഗ്യാസും ഗോബർ ഗ്യാസ് അല്ല. ശരി. ഗോ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗോ മാതാ കീ ജയിന്ന് വിളിച്ചു കേട്ടില്ലേ? ചാണകം അല്ലേ? പശു.
ഗ്യാസ് കേട്ടോ, ചാണകം ബയോഗ്യാസ്. ഇതിനൊക്കെ ഉണ്ടാക്കുന്നത്. ഏതാ ആൻസർ? ഈ ബയോഗ്യാസ് ഇതാണ്. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഏത് വസ്തു അഴുകിയാലും അതിനകത്തുനിന്ന് ഗ്യാസ് ഉണ്ടാവും. നമ്മൾ അഴുകിയാലും ഗ്യാസ് ഉണ്ടാവും. നാട്ടുകാർക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചാണകത്തിന്റെ ഒരു ഇതുകൊണ്ട് ഗ്യാസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കും. ഉണ്ടെന്ന് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗോബർ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓ, പാചകവാതകമായിട്ടൊക്കെ യൂസ് ചെയ്യില്ലേ? ആ, നമ്മുടെ വീട്ടിൽ 2 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് പുറത്തുനിന്ന് വാങ്ങണ്ട, ഒരു പശു തന്നെ മതി, ഗോബർ ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും. എന്റെ വീട്ടിലുണ്ടായിരുന്നു സാർ ഗോബർ ഗ്യാസോ? ഈ പശുവിന്റെ. അതന്നെ ഈ സാധനം. ആ, ഗോബർ ഗ്യാസ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നോ? ആ, അവിടെ നാട്ടില്. ആ, യെസ് യെസ് യെസ്, നല്ല പരിപാടി അത്. യെസ്, ആൻസർ കണ്ടുപിടി. 32 അല്ലേ? Methane. മീഥെയിൻ. മീഥെയിൻ എഴുതിയേക്കുന്ന കണ്ടോ? METHANE എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ? ആ, ANE എന്ന് പറഞ്ഞാൽ ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ട്. അതെ, സിംഗിൾ ബോണ്ട്. ENE എന്ന് കണ്ടാലോ? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്. അപ്പോ ഈ എഥലീൻ കണ്ടോ? അത് ഡബിൾ ബോണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രശ്നം ഗോബർ ഗ്യാസ് ഈസ് മെയിൻലി കണ്ടെയ്ൻസ് മീഥൈൻ. അപ്പോൾ ഈ വഴിയരികിലൊക്കെ ചാണകം കിടക്കുമ്പോൾ ഒരു മണം വരുന്നില്ലേ? ഈസ് മീഥൈൻ. പിന്നെ ഈ കാനകളൊക്കെ തുറക്കുമ്പോൾ മണം വരത്തില്ലേ? കാനകളൊക്കെ അഴുകി, അത് മീഥൈനാണ്. ഓക്കെ. ദി ആസിഡ് ദാറ്റ് സ്റ്റെയിൻസ് ഹ്യൂമൻ സ്കിൻ യെല്ലോ. അതായത് ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിൽ വീണാൽ നമ്മുടെ സ്കിന്ന് യെല്ലോ ആയി മാറും. ഏത് ആസിഡാണ്? ഏതാ മക്കളെ? നോക്കുന്നില്ലേ ആരും? നൈട്രിക് ആസിഡ് അല്ലേ? നൈട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് വീടാൻ അങ്ങനെ ഇരിക്കും. എന്താണ്? സൾഫ്യൂരിക് ആസിഡ് വീണാ അങ്ങനെ ഇരിക്കും. അത്ര സ്ഥലം കരിഞ്ഞങ്ങ് പോകും. സൾഫ്യൂരിക് ആസിഡ് വിളിക്കുന്ന വേറെ പേരെന്താ? കിങ് ഓഫ് കെമിക്കൽ. സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, എഴുതിയിട്ട് പഠിച്ചോണം. സൾഫ്യൂരിക് ആസിഡ് ഈസ് അതർവൈസ് നോൺ ആസ് കിങ് ഓഫ് കെമിക്കൽസ്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ, ദ ആസിഡ് ദാറ്റ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കളർ പിടിക്കുക. സ്റ്റെയിൻസ് ഹ്യൂമൻ സ്കിൻ യെല്ലോ. ഏതാ? നൈട്രിക് ആസിഡ്. അടുത്ത, ദ മെറ്റൽ ദാറ്റ് ഈസ് മോസ്റ്റ് അബൻഡന്റ് ഇൻ ദ എർത്ത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ലോഹം ഏതാണ്? ഏതാണ്? നോക്കടോ. അലുമിനിയം. അതുകൊണ്ടാണ് അലുമിനിയത്തിന് വിലക്കുറവ് അല്ലേ? യെസ്. ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലേ? സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി പഠിച്ചിട്ടില്ലേ? അതാണ് ആ പരിപാടി. മോസ്റ്റ് അബണ്ടന്റ്, ഏറ്റവും കൂടുതലുള്ള അലുമിനിയം, അതുകൊണ്ട് വിലക്കുറവ്. വിച്ച് ഓഡോറന്റ് ഈസ് കോമൺലി ആഡഡ് ഹൗസ് ഹോൾഡ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ടു ഈസിലി ഡിറ്റക്ട് ഇറ്റ്സ് ലീക്കേജ്? LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ലിക്വിഡ് അല്ല, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ലീക്ക് ചെയ്താൽ പെട്ടെന്നറിയുന്നതിന് വേണ്ടി, മണത്തിന് വേണ്ടി അതിൽ ചേർക്കുന്ന വസ്തു ഏതാണ്? ഏതാണ്? ഈഥൈൽ മെർകാപ്റ്റൻ. അതുകൊണ്ട് ഗ്യാസ് ലീക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സ്മെല്ല് കിട്ടും അല്ലേ? യെസ്.
നമുക്ക് ഗ്യാസ് ലീക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. യെസ്. അടുത്ത് ദ കെമിക്കൽ നെയിം ഓഫ് വിനെഗർ. വിനെഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? Acetic acid. അസറ്റിക് ആസിഡ്. വീട്ടിൽ വിനെഗർ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. വിനെഗറെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? മലപ്പുറത്ത് സുർക്ക എന്ന് പറയാൻ. ചൊർക്ക. അല്ല മക്കളെ, ചൊർക്ക. സുർക്ക. വിനാഗിരി. വിനാഗിരി അല്ലെങ്കിൽ വിനെഗർ, അസറ്റിക് ആസിഡ്. അടുത്തത് യൂഷ്വലി ബേസ് ചേഞ്ച് ദ കളർ ഓഫ് ലിറ്റ്മസ് ഫ്രം ഡാഷ്. യൂഷ്വലി ബേസ് ചേഞ്ചസ് ദ കളർ ഓഫ് ലിറ്റ്മസ് ഫ്രം ഡാഷ്. ലിറ്റ്മസ് എന്തിൽ നിന്ന് എന്തിലേക്ക് മാറും സാധാരണയായി? Blue to red. നോക്ക്. 37. Red to blue. ആ, എങ്ങനെ റെഡിൽ നിന്ന് ബ്ലൂയിലേക്ക് മാറുന്ന കണ്ടിട്ടുണ്ടോ? നീലയിൽ നിന്ന് നോക്കുമ്പോ ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞ പേപ്പർ മേടിക്കാൻ കിട്ടില്ല. അതിങ്ങനെ സോപ്പ് വെള്ളത്തിൽ എന്തോ മുക്കുമ്പോ. ആ, അല്ലാതെ വേറൊരു പരിപാടിയുണ്ട്. ചെമ്പരത്തിപ്പൂ കൊടുത്ത് സാധാരണ ഒരു വെളുത്ത പേപ്പർ തേച്ചാൽ മതി. എന്നിട്ട് സോപ്പ് ലായനി അതിനകത്ത് ഒഴിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഏതാണ്? റെഡ് ടു ബ്ലൂ അല്ലേ? റൈറ്റ്. അടുത്തത് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻ ഇൻ 1 മോൾ ഓഫ് എ ഗ്യാസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? Molecular weight. അവോഗാഡ്രോ നമ്പർ. എന്ത് നമ്പർ? അവോഗാഡ്രോ നമ്പർ. The number of molecules contained in 1 mole of a gas is called Avogadro number. What is a mole? എന്താ മക്കളെ മോൾ എന്ന് പറഞ്ഞാൽ? ഒരു മാതൃ വസ്തുവിൻ്റെ പാർട്ടിക്കിളിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ തന്മാത്രയാണ് മോളെന്ന് പറയുന്നത്. മനസ്സിലായോ? ജലത്തിൻ്റെ ഒരു മോളെന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ എല്ലാ സ്വഭാവവും ആ മോളിലുണ്ടായിരിക്കണം. ജലത്തിൻ്റെ ആറ്റത്തിൽ ആ എല്ലാ സ്വഭാവവും കാണണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. എനി ഡൗട്ട്? 32 മുതൽ 38 വരെ എന്തെങ്കിലും സംശയമുണ്ടോ? സർ 38 കൂടി പറയൂ. മോളെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളൊരു കല്ലെടുത്തു, അല്ലെങ്കിൽ കാർബണിൻ്റെ ഒരു മോളെന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ കണികയാണ് മോൾ. കാർബൺ ആറ്റമുണ്ട്. കാർബൺ ആറ്റത്തിന് കാർബണിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏതെങ്കിലും ചെറിയ ഗുണങ്ങൾ ഉണ്ടായാൽ മതി. മനസ്സിലായോ? കാർബൺ ആറ്റം കാർബൺ മോൾ അല്ല. അങ്ങനെ ഒരു മോളിൽ കാണപ്പെടുന്ന ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര തന്മാത്രകളാണോ ഒരു മോളിൽ ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ കെമിസ്ട്രി നമ്മൾ കുറച്ചങ്ങ് പഠിക്കുമ്പോൾ തിരിച്ചറിയാൻ വയ്യാതെ വരും. ആദ്യം നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ പഠിക്കും, ആറ്റം പഠിക്കും. ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകും? മോളിക്യൂളുകൾ ഉണ്ടാകുമെന്ന് പഠിക്കും. മോളിക്യൂളുകൾ ചേർന്ന് മോൾ ഉണ്ടാകുമെന്ന് പഠിക്കും. ഇപ്പം മോളാണോ മോനാണോ എന്ന് പിന്നെ നമുക്ക് സംശയമാവും. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ കെമിസ്ട്രി വേണ്ടാന്ന് വെക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് വേറെ പരിപാടി നോക്കും. യെസ്. 32 വരെ വായിക്കൂ. സർ 35 കൂടെ പറയൂ. പറയാമല്ലോ. എന്താണ് 35? വിച്ച് ഓർഡൻഡ് എന്ന് പറഞ്ഞാൽ മണത്തിന് വേണ്ടി. വിച്ച് ഓർഡൻഡ്
ഈസ് കോമൺലി ആഡഡ്, സാധാരണ ആഡ് ചെയ്യുന്നത്, ചേർക്കുന്നത്, ടു ദ ഹൗസ് ഹോൾഡ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസസ് ടു ഈസിലി ഡിറ്റക്ട് ഇറ്റ്സ് ലീക്കേജ്. അതിൻ്റെ ലീക്കേജ് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനോടൊപ്പം എന്താണ് മണത്തിന് വേണ്ടി ചേർക്കുന്നത്? ഓർഡർ എന്ന് പറഞ്ഞാൽ മണം, ഓർഡൻ്റ് എന്ന് പറഞ്ഞാൽ മണത്തിന് വേണ്ടി ചേർക്കുന്ന വസ്തു. മനസ്സിലായോ? കളർലെസ് ഓർഡർലെസ് ഗ്യാസ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ബ്രിസ്ക് എഫർവൻസ് വിത്ത് ലിബറേഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ഇത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അതാണ് കളർലെസ്, കളറില്ല. ഓർഡർലെസ്, മണമില്ല. അപ്പൊ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ മണം, ഓർഡർ എന്ന് പറഞ്ഞാൽ മണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. മനസ്സിലായോ? Which ordnance is commonly added to household liquefied petroleum gas to easily detect its leakage? ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. Yes. Okay. വായിച്ചോ അഖില മോളെ. Sir. 32. Gobar grass mainly contains methane. 33. The acid that stains human skin yellow, nitric acid. 34. The metal that is most abundant in the earth is aluminium. 35. Which odorant is commonly added to household liquefied petroleum gas to easily detect its leakage? Ethyl mercaptan. 36. Chemical name of vinegar, acetic acid. 37. Usually base change the color of litmus from red to colorless. 38. The number of molecules contained in 1 mole of gas is called Avogadro number. Yes. 32. ആ Gobar gas mainly contains methane. 33. The acid that stains human skin yellow, nitric acid. 34. The metal that is most abundant in the earth is aluminium. 35. Which odorant is commonly added to household liquefied petroleum gas to easily detect its leakage? Ethyl mercaptan. 36. Chemical name of vinegar, acetic acid. 37. Usually, base changes the color of litmus from red to blue. 38. The number of molecules contained in 1 mole of gas is called the Avogadro number. Avogadro number. ശരിക്കും വായിച്ചേ. 32. Gobar gas mainly contains methane. 33. The acid that stains human skin yellow, nitric acid. The metal that is most abundant in earth is aluminium. 35. Which odorant is commonly added to household liquefied petroleum gas to easily detect its leakage? Ethyl mercaptan. 36. Chemical name of vinegar, acetic acid. 37. Usually base changes the color of litmus from red to blue. 38. The number of molecules contained in 1 mole of gas is called Avogadro number. യെസ്. അടുത്ത നോക്കിയേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടോ? ദ കെമിക്കൽ നെയിം ഓഫ് ക്വാർട്സ്. ക്വാർട്സിന്റെ കെമിക്കൽ നെയിം എന്താണ്? മക്കളെ? Silicon dioxide. സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? സിലിക്ക മണൽ കേട്ടോ. സിലിക്കൺ ഡയോക്സൈഡ് ആണ് ക്വാർട്സ് എന്ന് പറയുന്നത്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് LPG കൺസിസ്റ്റ് മെയിൻലി ഓഫ് ഡാഷ്. LPGയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ്? Methane and hexane. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ മെയിൻ കണ്ടന്റ് ഏതൊക്കെയാണ്? Methane and hexane. ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പൈൻ. ശരിയാ, തെറ്റിപ്പോയി.
ഓക്കെ, അടുത്തത്. ദ ഗ്യാസ് വിച്ച് കോസ്റ്റ് ദ ഭോപ്പാൽ ഡിസാസ്റ്റർസ് വാസ് ഡാഷ്. അതാണ് ഭോപ്പാൽ ട്രാജഡി. ഏതാണ്? മിക്ക്. അത് യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞൊരു കേസുണ്ട് കേട്ടോ, നിങ്ങൾ പഠിക്കും. മിക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? മീഥൈൽ ഐസോ സയനൈറ്റ്. എഴുതി വെച്ചോ, മീഥൈൽ ഐസോ സയനൈറ്റ്. മിക്ക്, മീഥൈൽ ഐസോ സയനൈറ്റ്. അതുപോലെ ഏതെങ്കിലും ഒരു വിദേശ കമ്പനി ഇന്ത്യയെ കൊണ്ടുവന്നൊരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അവരിവിടുന്ന് പോകുമ്പം വാൽവ് തുറന്നു വെച്ചിരുന്നാൽ മതി. 4 ദിവസം കഴിയുമ്പോൾ ലീക്കേജ് ഉണ്ടായാൽ മതി, ഇന്ത്യക്കാർ മൊത്തം ചത്ത അവിടെ കിടന്നു. വെരി സിമ്പിൾ കേട്ടോ. മീഥൈൽ ഐസോ സയനൈറ്റ്, മിക്ക്. എടിയോ? യെസ്. ദ മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഏതാ? മെർക്കുറി. മെർക്കുറി. ഞാനത് എപ്പോഴും പറയുന്നതാണ്, അത് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ലിക്വിഡ് ഇൻ മെറ്റൽ സ്റ്റേറ്റ് ഏതാണ്? മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് മെർക്കുറി. ഇതെന്താണ് അതിൻ്റെ പ്രതീകം? എന്താ സിമ്പല്? Hg, മെർക്കുറി. അടുത്തത്. ബോക്സൈറ്റ് ഈസ് ദ ഓർ ഓഫ് ഡാഷ്. ഏതാ? അലുമിനിയം. ബോക്സൈറ്റ്, അലുമിനിയം. ഓസോൺ ഈസ് മേഡ് അപ്പ് ഹൗ മെനി ഓക്സിജൻ ആറ്റം. എത്ര ഓക്സിജൻ ആറ്റം ചേർന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്? 3. O3 എഴുതി പഠിക്കണം കേട്ടോ. O3 മീൻസ് ഓസോൺ. ഓസോൺ മീൻസ് O3. എനി ഡൗട്ട്? ഇല്ല സർ. യെസ്. അഖില മോള് വായിച്ചേ. The chemical name of quartz silicon dioxide. Liquefied petroleum gas LPG consists of mainly butane and propane. The gas which caused the Bhopal disaster was MiC. The metal in the liquid state is mercury. Bauxite is an ore of aluminium. 39. Ozone is made up of how many oxygen atom? 3. Repeated question. The chemical name of quartz silicon dioxide. Liquefied petroleum gas LPG consists of mainly butane and propane. The gas which caused the Bhopal disaster was MiC. The metal of how many oxygen? 3. സരിക വായിച്ചേ. The chemical name of quartz silicon dioxide. Liquefied petroleum gas consists of mainly butane and propane. The gas which caused Bhopal disaster was MiC, methyl isocyanate. The metal in liquid state is mercury. Bauxite is an ore of aluminium. Ozone is made up of how many oxygen atom?